ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ രാജസൂയം. കൃഷ്ണ ഹരി ജയ, കൃഷ്ണ ഹരി ജയ, കൃഷ്ണ ഹരി ജയ, കൃഷ്ണ ഹരി. നന്ദജനമ്പോടു മന്ദിരം തന്നിലെ നന്ദിച്ചു നിന്നിടുമന്നൊരു നാൾ, നിർമ്മലനായൊരു ധർമ്മജന്മാവു താൻ അംബുജലോചനൻ തന്നെ നോക്കി. ആസ്ഥാന മന്ദിരം തന്നിൽ നിന്നോർത്തൊരു വാർത്തയെ ചൊല്ലിനാസ്ഥയോടെ, കാരുണ്യവാരിധിയായോരു നിന്നൂടെ കാരുണ്യമുണ്ടെങ്കിലെങ്കിലിപ്പോൾ സത്വരം ചെയ്കയിലാശയുണ്ടേറ്റവും ഉത്തമമായോരു രാജസൂയം. ആവതല്ലാത്തോതു ചിന്തിച്ചു കൊണ്ടല്ലോ കേവലമാശതാൻ മേവി ന്യായം. ധർമ്മജൻ തന്നോടെ ചൊല്ലിനെ കേട്ടുള്ളോരംബുജലോചനൻ ചൊന്നാനപ്പോൾ, യോഗ്യമായുള്ളതിലാശ ചെന്നിടിനാൽ ഭാഗ്യവാനെന്നല്ലോ വന്നു ന്യായം. വൈകല്യം വരാതെ സാധിച്ചു നിന്നിടും വൈകാതെ നിന്നോടെ രാജസൂയം. ദിഗ്ഗജം വെല്ലുന്ന സോദരന്മാരെ നീ ദിഗ്ജയത്തിനു നിയോഗിക്കുന്നാൾ എന്നതു കേട്ടോരു ധർമ്മജൻ ചൊല്ലാലെ നിന്നോരു സോദര വീരരെല്ലാം പെട്ടെന്നു ചെന്നോരോ മന്നവന്മാരോടു മുട്ടിപ്പീണഞ്ഞു കാതിർത്തു നേരെ. താഴാത കണ്ടു ജയിച്ചവർ നൽകിന കോഴയും കൊണ്ടിങ്ങു പോന്നു വന്നാർ. മാഗധൻ തന്നെ ജയിച്ചില്ല എന്നിട്ടു മാഴ്കി നിന്നിടുമാ മന്നവന്റെ മാനസം കണ്ടു പറഞ്ഞു നിന്നിടിനാൻ. മാനിച്ചു മാഴ്കാതെ മാധവൻ താൻ. പാർത്ഥനും ഭീമനും ഞാനുമായി ചെന്നു നിന്നാർത്തിയെ പോക്കുന്നതുണ്ടു നേരെ. ഇങ്ങനെ ചൊന്നവർ മൂവരും ഒന്നിച്ചു സങ്കരകാംക്ഷികളായി. പിന്നെ മാരണ കർമ്മത്തിൻ കാരണരായി നല്ലാരണരായി ചമഞ്ഞു നേരെ. മാഗധൻ മന്ദിരം നോക്കി നടന്നാരം മാധവ ഭീമധനഞ്ജയന്മാർ. വീരനായുള്ളൊരു മഗധൻ താനപ്പോൾ ആരണർ വന്നതു കണ്ട നേരം, ഉത്തമമായൊരു പൂജയെ ചെയ്തിട്ടു ഭക്തിയെ പൂണ്ടു തെളിഞ്ഞു ചൊന്നാൻ. നൽവരം നൽകിന നിങ്ങളീ വന്നതു നൽവരവായിട്ടു വന്നു തെന്നാൽ, എന്തോരു കാംക്ഷ കൊണ്ടെന്നോടെ ചാരത്തു വന്നു തെന്നുള്ളതു ചൊല്ലവേണം. ചാരത്തു വന്നിട്ടകപ്പെട്ട
കൈവിട്ടു നിന്നു ഞാൻ. ആരായ വേണ്ടുന്നു നിങ്ങളല്ലോ. ഇങ്ങനെ ചൊല്ലുന്ന മഗധം പിന്നെയും തന്നീലെ ചിന്തിച്ചപ്പോൾ പങ്കജലോചനൻ തന്മുഖം കണ്ടിട്ടു ശങ്കീതനായിട്ടു നിന്നു ചൊന്നാൻ. പണ്ടു ഞാനെങ്ങാനും കണ്ടോരു ദേഹമെന്നുണ്ടേ ഉള്ളിലെന്നും തോന്നുന്നിപ്പോൾ. പണ്ടു ഞാനെങ്ങാനും കണ്ടോരു ദേഹമെന്നുണ്ടെനിക്കുള്ളിലെ തോന്നുന്നിപ്പോൾ. എന്നീലമെന്നതു ചൊല്ലുവാൻ വല്ലേ ഞാൻ, എന്നീലമെന്നതു ചൊല്ലവേണം. മഗധൻ ഇങ്ങനെ ചൊന്നതു കേട്ടോരു മാധവൻ ചൊല്ലിടാൻ മന്നമപ്പോൾ. യാദവന്മാരോടു പോർക്കു തുനിഞ്ഞു നീ യാതനായിലയോ പണ്ടൊരു നാൾ. അന്നു ഞാൻ കണ്ടതെന്നിങ്ങനെ കേട്ടപ്പോൾ പിന്നെയും ചൊല്ലിടാൻ മഗധൻ താൻ. കൊണ്ടൽ നീർവർണ്ണനന്ദിണ്ടലും പൂണ്ടിട്ടു മണ്ടുന്നതെല്ലാമേ കണ്ടു തല്ലി എന്നതു കേട്ടോരു മാധവൻ ചൊല്ലിനാൻ നിന്നോരു മന്നവൻ തന്നോടപ്പോൾ. ചീറ്റവും കൈവിട്ടു പോറ്റിയും ചൊല്ലിട്ടു തോറ്റങ്ങു മണ്ടുന്നതേറ്റ അപ്പോൾ. 5-6 വട്ടമല്ലെന്നു ഞാൻ കണ്ടതോ ചെഞ്ചെമ്മേ കേൾപ്പതിനേഴു വട്ടം. മാനിയായുള്ളൊരു മഗധനെന്നപ്പോൾ ആനനം തന്നെയും താഴ്ത്തി ചൊന്നാൻ. ആരണർ ചൊന്നതിനുത്തരം ചൊല്ലുവാൻ ആരുമേയില്ലായി പാരിനിപ്പോൾ. ആരിന്നു ചൊല്ലേണം കേവലം നിങ്ങളെ, ആരണരല്ലെന്നേ തോന്നുന്നിപ്പോൾ. ശങ്കീതനായൊരു മഗധൻ തന്നോടു പങ്കജലോചനൻ ചൊന്നാനപ്പോൾ. അന്ത്യമാണ്ടിങ്ങനെ നീളെ നടന്നിട്ടു താന്തരായി നിന്നുള്ള പാന്ധർ നമ്മൾ. ദാനങ്ങൾ ചെയ്യുന്ന നിന്നോടെ ചാരത്തു ദീനത്തെ പോക്കുവാൻ വന്നുതിപ്പോൾ. ഇച്ഛയെ ചൊല്ലിനാൽ നൽകും നീ എന്നിട്ടു നിശ്ചയമുണ്ടായി ചൊൽവാനാവും. മാധവൻ ചൊല്ലീനെ കേട്ടോരു മഗധൻ ചൊല്ലിനാൻ മാനിച്ചപ്പോൾ. ആജ്ഞ കൊണ്ടെല്ലാമേ സാധിച്ചു കൊള്ളുവാൻ പ്രാജ്ഞന്മാരെല്ലായി നിങ്ങളെന്നാൽ. ചൊല്ലുന്നതെല്ലാമേ നൽകുന്നതുണ്ടു ഞാൻ, ചൊല്ലാവാനിതുമേ ശങ്ക വേണ്ട. പ്രാണങ്ങൾ തന്നെയും നൽകുവൻ ചൊല്ലുകിൽ കാണങ്ങളെന്നതോ പിന്നെയല്ലേ. സത്യമാനിന്നവനിങ്ങനെ ചൊന്നപ്പോൾ സത്വരം ചൊല്ലിനാൻ നന്ദജൻ താൻ. യുദ്ധത്തെ കാമിച്ചു വന്നതു ഞങ്ങളിന്നൊദ്ധതൻ ആയോരു നീയുമായി. ഭീമനിന്നതു പാർത്ഥനിന്നതു വാമനായുള്ളോരു മാധവൻ ഞാൻ. ഞങ്ങളിൽ മൂവരിൽ
ആരെന്നോ ചിന്തിച്ചു സങ്കരത്തിനോ തോനിഞ്ഞു കൊള്ളി. നന്ദജനിങ്ങനെ ചൊന്നോരു നേരത്തു മന്നവനേറ്റം ചിരിച്ചു ചൊന്നാൻ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ